ആദരണീയരായ പണ്ഡിതന്മാരെ, ഉസ്താദുമാരെ, സ്നേഹനിധികളായ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകരെ, മാന്യ സഹോദര സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ചു കൂടിയതും പറയുന്നതും കേൾക്കുന്നതും ഈ മഹത്തായ സദസ്സ് സംഘടിപ്പിച്ചതും ഇതിൽ വന്നെത്തിയതും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, മശായിഖുമാർ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, പ്രസ്ഥാന ബന്ധുക്കൾ, സ്നേഹജനങ്ങൾ, പ്രത്യേകിച്ച് ഈ മഹല്ലത്തിന്റെ ഖബർസ്ഥാനിൽ മറവ് ചെയ്യപ്പെട്ടു കിടക്കുന്ന മുഅ്മിനീങ്ങൾ, എല്ലാവരുടെയും ബർസഖിയായ ജീവിതം അല്ലാഹു സന്തോഷിപ്പിക്കുമാറാകട്ടെ. ഈ ദിവസം നാം അനുസ്മരിക്കേണ്ട ധാരാളം മഹത്തുക്കൾ, മശായിഖുമാർ, ഉസ്താദുമാർ, അവരുടെ ഒക്കെ ഹദറത്തിലേക്ക് ഈ മജ്ലിസിന്റെ സന്തോഷം ഹദിയയായി അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മിൽ ഓരോരുത്തരെയും അലട്ടുന്ന ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ച് അവന്റെ തൃപ്തിയിലായി ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഈ മഹത്തായ പരിപാടി വീക്ഷിക്കുന്ന, ശ്രദ്ധിക്കുന്ന സഹോദര സഹോദരിമാർ, ഇതിനു വേണ്ട എല്ലാവിധ ഒത്താശകളും ചെയ്തവർ, ഈ മജ്ലിസിൽ നിന്ന് സാദാത്തുക്കളുടെയും ആലിമീങ്ങളുടെയും പ്രാർത്ഥന പ്രതീക്ഷിക്കുന്നവർ, എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ അല്ലാഹു നിറവേറ്റി ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ കൽപ്പിക്കപ്പെട്ട ഈ വിശുദ്ധ ശഅബാൻ മാസത്തിൽ തങ്ങളോട് കൂടുതൽ അടുക്കുവാനും തങ്ങളെ സ്നേഹിക്കുവാനും അതിന് നിമിത്തമാകുന്ന സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുവാനും അവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ജീവിതത്തിലുടനീളം രഹസ്യമായും പരസ്യമായും അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ പരമാവധി എടുക്കുകയും വിരോധിച്ചത് വർജിക്കുകയും ചെയ്ത് തഖ്വ ഉൾക്കൊള്ളണമെന്ന് എന്നോടും നിങ്ങളോടും
ആദ്യമായി ഉണർത്തുകയാണ്. വിശുദ്ധ റമദാനിന്റെ മുന്നൊരുക്കം എന്ന നിലയിൽ സുന്നത്ത് ജമാഅത്തിന്റെ സംഘ കുടുംബവും പ്രവർത്തകരും സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ദിവസത്തെ പ്രഭാഷണവും പ്രാർത്ഥന മജ്ലിസുമാണ് ഇവിടെ തുടക്കം കുറിക്കപ്പെട്ടത്. ഈ മഹത്തായ മജ്ലിസിന്റെ സമാപനത്തോടനുബന്ധിച്ച് ആദരണീയരായ മദക്ക തങ്ങളുപ്പാപ്പയുടെ ചെറിയ നസീഹത്തും അവിടുത്തെ പ്രാർത്ഥനയും ഉണ്ട്. അതിനാണ് നിങ്ങളൊക്കെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നത് എന്നറിയാം. അതിന്റെ മുൻപ് ഒരു ചെറിയ ഉപദേശം നൽകുന്നതിനാണ് ഇതിന്റെ പ്രവർത്തകർ ക്ഷണിക്കുകയും നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേരുകയും ചെയ്തത്. ഈ ഭാഗങ്ങളിലൊക്കെ പൊതുവെ രാത്രി 10 മണിക്കാണ് പരിപാടി തുടങ്ങാറുള്ളത്. ഇവിടെയും അങ്ങനെ തുടങ്ങും എന്നു തന്നെയാണ് ശ്രോതാക്കളൊക്കെ വിശ്വസിച്ചതും അതിന് കണക്കാക്കി എത്തിച്ചേരുന്നതും. 10 മണി സമയമായതിനു ശേഷം തുടങ്ങിയാൽ തന്നെ 12 മണിയോടുകൂടി അവസാനിപ്പിച്ച് നീണ്ട മണിക്കൂറുകൾ ഉറങ്ങാൻ നമുക്കൊക്കെ ഇന്ന് സൗകര്യമുണ്ട്. വളരെ വൈകിയാണ് സുബ്ഹ് വാങ്ക് വിളിക്കുന്നത്. രാത്രി വളരെ കൂടുതലും പകല് നന്നേ കുറവുമാണ്. ഇപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് ചന്ദ്രന്റെ ദർശനമനുസരിച്ച് കണക്കാക്കിയതിന്റെ രഹസ്യവും ഒന്ന് അതാണ്. നിസ്കാരം പോലെയോ മറ്റ് ആരാധന പോലെയോ അല്ല. എല്ലാ കാലത്തും എല്ലാ ആളുകൾക്കും ഒരേ രൂപത്തിലുള്ള അധ്വാനവും ഒരേ രൂപത്തിലുള്ള ത്യാഗവും ആണല്ലോ യഥാർത്ഥത്തിൽ സക്കാത്ത്, നിസ്കാരം ഇതിനൊക്കെ. നോമ്പങ്ങനെയല്ല. ചില കാലത്ത് പകല് കൂടി വരും, ചില കാലത്ത് പകല് കുറഞ്ഞു വരും, ചില കാലത്ത് നോമ്പ് നല്ല തണുപ്പ് സീസണിൽ വരും, ചില കാലത്ത് നോമ്പ് വളരെ ഉഷ്ണമുള്ള കാലത്ത് വരും, ചില നാടുകളിൽ നല്ല ഉഷ്ണമുള്ള കാലത്ത് വരും, ചില നാടുകളിൽ കൂടുതൽ സമയം വേണ്ടി വരും, ചില നാടുകളിൽ കുറഞ്ഞ സമയം മതിയാകും. ഇങ്ങനെ എല്ലാവർക്കും എല്ലാം അനുഭവിക്കാനാണ്. നട്ടുച്ച സമയത്ത് അതിഭയങ്കരമായ ഉഷ്ണമുള്ള കാലത്ത് നോമ്പ് നോറ്റാൽ ഉണ്ടാകുന്ന പ്രയാസം അറിയുന്നതിന് എല്ലാവർക്കും ചില കാലത്ത് ഉഷ്ണകാലത്ത് നോമ്പ് വരും. കൂടുതൽ തണുപ്പുള്ള സമയത്ത് നോമ്പ് നിർബന്ധമായാൽ അനുഷ്ഠിച്ചാൽ ഉണ്ടാകുന്ന വിഷമങ്ങൾ എന്താണെന്നറിയാൻ ചില കാലത്ത് തണുപ്പുള്ള കാലഘട്ടത്തിലാണ് നോമ്പ് വരിക. അതിശക്തമായ വർഷക്കാലത്ത് നോമ്പ് നിർബന്ധമായാൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും ത്യാഗങ്ങളും എന്താണെന്നറിയാൻ വേണ്ടി
ചിലർക്ക് അങ്ങനെയും നോമ്പ് വരും. ആ ഈക്വലായ ഹിക്മത്തിന് വേണ്ടിയാണ് എല്ലാവരും എല്ലാം അറിയണം എന്ന രൂപത്തിലാണ് നിസ്കാരം അതുപോലത്തെ ഇബാദത്തുകളൊക്കെ സൂര്യന്റെ ചലനമനുസരിച്ച് അല്ലാഹു തആല നിർബന്ധമാക്കിയപ്പോൾ നോമ്പിനെ ചന്ദ്രന്റെ ചലനത്തിന് ആസ്പദമാക്കി അല്ലാഹു തആല നിർബന്ധമാക്കി. സൂമൂ ലിറുയതിഹി വഅഫ്തിറൂ ലിറുയതിഹി. മാസം കാണുമ്പോൾ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക, മാസം കാണുമ്പോൾ നോമ്പ് അവസാനിപ്പിച്ച് പെരുന്നാൾ അനുഷ്ഠിക്കുക എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിന്റെ രഹസ്യം ഒന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് രാത്രി കൂടുതലായത് കാരണമായി കുറച്ച് കൂടുതൽ സമയം വൈകി എന്നതുകൊണ്ട് കാര്യമായ പ്രയാസങ്ങളൊന്നുമില്ല. എല്ലാ കാലത്തും പൊതുവെ രാത്രി കുറവും പകല് കൂടുതലുമാണ്. കാരണം അസ്തമിച്ചത് മുതൽ ഫജ്റു സാദിഖ് വരെയാണ് രാത്രി എന്ന് പറയുന്നത്. ഫജ്ർ സാദിഖായാൽ പിന്നെ അഥവാ സുബ്ഹ് വാങ്ക് വിളിച്ചാൽ പിന്നെ അത് രാത്രിയിൽ പെട്ടതല്ല, അത് പകലിൽ പെട്ടതാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. അതുകൊണ്ട് വിശുദ്ധ റമദാൻ സമാഗതമായ ഈ സന്ദർഭത്തിൽ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രത്യേകമായി ബോധവൽക്കരിക്കുക എന്ന നിലയിലാണ് ദീനീ പ്രവർത്തകന്മാർ ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏത് കാര്യത്തിനും ആദ്യം അതിൻ്റെ അറിവ് വേണം. ഇൽമു ഖബ്ലൽ അമൽ. അമൽ ചെയ്യുന്നതിന്റെ മുൻപ് അറിവുണ്ടാവണം. നിസ്കരിക്കുന്നതിന്റെ മുൻപ് നിസ്കാരത്തെ കുറിച്ചുള്ള അറിവ് വേണം. നോമ്പ് അനുഷ്ഠിക്കുന്നതിന്റെ മുൻപ് നോമ്പിനെ കുറിച്ചറിയണം. അറിവ് ആണ് പ്രധാനം. അറിവ് നേടിയതിന് ശേഷമാണ് അതത് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഫതഅല്ലമൻ ഇൽമൻ യുസഹിഹു ത്വാഅതൻ വഅഖീദതൻ വമുസക്കിയൽ ഖൽബി സ്കുലാ. നാം ചെയ്യുന്ന ത്വാഅത്തുകൾ, ആരാധനകൾ സ്വഹീഹാവാൻ ആവശ്യമായ ഇൽമ് നീ പഠിക്കണം. ഒരു മുസ്ലിമായ മനുഷ്യന്റെ വിശ്വാസം ശരിയാവാൻ ആവശ്യമായ ഇൽമും പഠിക്കണം. ഒരു മുസ്ലിമായ മനുഷ്യന്റെ സ്വഭാവവും അവന്റെ സംസ്കാരവും ശരിയാവാൻ ആവശ്യമായ ഇൽമും പഠിക്കണം. ഹാദിസ്സലാസത്തു, ഈ മൂന്ന് കാര്യം ഫർളു ഐനിൻ, ഓരോ വ്യക്തിയും പഠിക്കൽ നിർബന്ധമാണ്. അവനവൻ ചെയ്യുന്ന ഇബാദത്ത് സഹീഹാവാൻ ആവശ്യമായ അറിവ് പഠിക്കൽ അവന് ഫർള് ഐനാണ്. എനിക്കത്രല്ലേ അറിയുള്ളൂ, അതെനിക്കറിയുമായിരുന്നില്ല, ഞാനത് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളൊക്കെ വിവരമില്ലാത്ത ജാഹിലീങ്ങളല്ലേ. ഈ ഇളവ് ഇസ്ലാം മതത്തിൽ ഇല്ല. രണ്ട് കൂട്ടർക്ക് മാത്രമാണ് അറിവില്ലായ്മ കൊണ്ട് ഇളവ് ലഭിക്കുന്നത്. അറിയാത്തത് കൊണ്ടല്ലേ പൊറുക്കപ്പെടും എന്ന് പറയുന്ന
മഅ്ദൂറായ ജാഹിൽ രണ്ടാളാണ്. ഒന്ന്, പഠിക്കാൻ ആവശ്യമായ സമയം കിട്ടാതെ നവമുസ്ലിമായവൻ, പുതുതായി ഇസ്ലാമിലേക്ക് വന്ന ഒരു മനുഷ്യൻ, പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ, അവന് അത് പഠിക്കാൻ ആവശ്യമായ സമയം കിട്ടുന്നത് വരെ അവനിൽ നിന്ന് വിവരക്കേട് കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് മാപ്പുണ്ട്, ഇളവുണ്ട്. അത് പഠിക്കാൻ ആവശ്യമായ സമയവും സൗകര്യവും കിട്ടിയിട്ട് പഠിക്കാത്തവനാണെങ്കിൽ പിന്നെ അവനും ഇളവില്ല. 12 മണിക്ക് ഒരാൾ മുസ്ലിമായി കലിമ ചൊല്ലി 12:30 ളുഹർ വാങ്ക് വിളിച്ചു. ആ ളുഹർ നിസ്കാരത്തിന് സഹിയാവാൻ ആവശ്യമായത് പഠിക്കാൻ സമയം കിട്ടിയില്ല, അവനറിയില്ല എങ്കിൽ അവന് മാപ്പുണ്ട്. രണ്ടാമത് മാപ്പുള്ള ജാഹിൽ ആരാണ്? രാവിലെ അവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വൈകുന്നേരം തിരിച്ചെത്താൻ പറ്റാവുന്ന ദൂരത്ത് പഠിക്കാനും ചോദിക്കാനും മനസ്സിലാക്കാനും പറ്റിയ ഒരു ആലിമ് ഇല്ല. രാവിലെ പോയി വൈകുന്നേരം തിരിച്ചെത്താൻ പറ്റുന്ന ദൂരെ, അത്ര ദൂരത്തൊന്നും ഒരു പണ്ഡിതനില്ല. അതിനും അപ്പുറം പോകണം. അതുകൊണ്ട് ചോദിക്കാൻ ആളില്ലാത്തത് കൊണ്ട്, പഠിക്കാൻ സാധ്യതയിൽ കഴിയാത്തത് കൊണ്ട് അത്തരം ജാഹിലിന് വിവരക്കേട് കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവന് ഇളവുണ്ട്. ഈ രണ്ടാളുകളല്ലാതെ ഒരു മനുഷ്യൻ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ ഒരു ഇബാദത്തിൽ വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്നതല്ല. ഇത് എല്ലാവരും പഠിക്കണം. ഒരു നിസ്കരിക്കുന്ന മനുഷ്യനാണെങ്കിൽ നിസ്കാരത്തിന് സഹിയാവാൻ ആവശ്യമായതൊക്കെ അവൻ പഠിക്കണം. ഒളു എടുക്കുന്നവൻ ഒളു എടുക്കാൻ ഒളു സഹിയാവാൻ ആവശ്യമായതൊക്കെ അവൻ പഠിക്കണം. നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ നോമ്പ് സഹിയാവാൻ ആവശ്യമായ എന്തൊക്കെയുണ്ടോ അവനത് പഠിക്കണം. അത് പ്രവർത്തിക്കുന്നതിന് മുമ്പ് അറിവ് പഠിച്ചിരിക്കണം. എനിക്കൊക്കെ അത്രയല്ലേ അറിയുള്ളൂ, ഞാനൊന്നും പഠിച്ചില്ല എന്ന് ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല. ജീവിതത്തിൽ നമുക്കൊരു ലക്ഷ്യമുണ്ട്, സൃഷ്ടിച്ച അള്ളാഹുവിന്റെ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യമനുസരിച്ച് നീ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് അവൻ ചോദിക്കും. എല്ലാവരോടും കൃത്യമായി നമ്മൾ ചോദിക്കും. പ്രവാചകന്മാരോട് വരെ ആ പ്രവാചകന്മാരുടെ ദൗത്യം അവർ നിർവഹിച്ചിട്ടുണ്ടോ എന്ന് മറ്റു ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി ആ പ്രവാചകന്മാരോട് ചോദിക്കും. എന്നിട്ടല്ലേ മറ്റുള്ളവരെ കാര്യം. എല്ലാവരോടും ചോദിക്കും. ഇതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പൊ നോമ്പ് വരുമ്പോൾ നോമ്പിനെ പറ്റി പഠിക്കണം. ഒരാൾ ഹജ്ജിന് പോവുകയാണ്, അല്ലെങ്കിൽ ഉംറക്ക് പോവുകയാണ്. എന്നാൽ ഉംറക്ക് അത് ഉംറ സഹിയാവാൻ ആവശ്യമായത് അവൻ പഠിക്കണം. ഹജ്ജ് സഹിയാവാൻ ആവശ്യമായത് അവൻ പഠിക്കണം. അവിടെ ലക്ഷക്കണക്കിന് ആളുകളൊക്കെ ഹജ്ജ് ചെയ്യുന്നുണ്ടാകും. അവരൊക്കെ ചെയ്യും പോലെ എനിക്കും ചെയ്യണം എന്നതുകൊണ്ട് ഒരാൾ ഹജ്ജോ ഉംറയോ സഹിയാവുകയില്ല. നിസ്കാരത്തെ കുറിച്ച് പഠിക്കാത്ത ഒരാൾ പള്ളിയിൽ വന്നു, ആയിരക്കണക്കിന് ആളുകൾ പള്ളിയിൽ നിസ്കരിക്കുന്നുണ്ട്, റുക്കൂ ചെയ്യുന്നുണ്ട്, സുജൂദ് ചെയ്യുന്നുണ്ട്, ഫാത്തിഹ ഓതുന്നുണ്ട്, അതനുസരിച്ച് ഇവൻ അങ്ങനെ ചെയ്തു കൊടുത്തു, നിസ്കാരാവില്ല. നിസ്കാരത്തെ പറ്റി അവൻ പഠിക്കണം. ഒരു സമ്പന്നൻ, ആ സമ്പന്നൻ
തന്റെ സക്കാത്ത് സഹിയാവാൻ ആവശ്യമായത് അവൻ പഠിക്കണം. ആരാണ് സമ്പന്നൻ എന്ന് തന്നെ പഠിക്കണം. ഇസ്ലാമിൽ സമ്പന്നൻ എന്ന് പറയുന്നത് ആരാണ്? 3 അർത്ഥത്തിൽ ഇസ്ലാമിൽ സമ്പന്നൻ എന്ന് പറയും. 24 മണിക്കൂർ തനിക്കും തന്റെ ആശ്രിതർക്കും ആവശ്യമായ ഭക്ഷണത്തിനും വസ്ത്രത്തിനും താമസത്തിനും വകയുള്ളവൻ, അവൻ ഒരർത്ഥത്തിൽ സമ്പന്നനാണ്. ആ സമ്പന്നനാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകുന്നത്. പെരുന്നാളിന്റെ രാവും പകലും അവനും അവന്റെ ആശ്രിതർക്കും ആവശ്യമായ ഭക്ഷണവും ആവശ്യമായ ഡ്രസ്സും ആവശ്യമായ താമസവും കഴിച്ച് മിച്ചമുള്ളവനെ പറ്റി ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ച് അവൻ സമ്പന്നൻ എന്ന് പറയും. അതൊരു സമ്പന്നനാണ്. അതേ സമയത്ത് ഒരു വർഷം തനിക്കും തന്റെ കുടുംബത്തിനും തന്റെ ആശ്രിതർക്കും ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് അല്ലെങ്കിൽ അനുയോജ്യമായിരിക്കുന്ന തൊഴിൽ വേതനം ഒരു കൊല്ലം തനിക്കും തന്റെ ആശ്രിതർക്കും ആവശ്യമായത് ഉണ്ട്. എന്നിട്ട് മിച്ചം വരുന്നവൻ അവനൊരു സമ്പന്നനാണ്. അവനെപ്പറ്റി ഇസ്ലാം മുതലാളി എന്ന് പറയും. അതൊരു മുതലാളി. അതേ സമയത്ത് ഒരു മനുഷ്യന്റെ ആവറേജ് ആയുസ്സുകാലം എന്ന് പറയുന്നത് 70 വയസ്സാണ്. ഒരു ഇസ്ലാമിൽ ഒരാൾ ആവറേജ് ആയുസ് 70 വയസ്സാണ്. ആ 70 വയസ്സ് വരെ ജീവിക്കാൻ അവൻ ആവശ്യമായത്, അവന്റെ ആശ്രിതർക്ക് ആവശ്യമായത്, അവന്റെ ഡ്രസ്സും അവന്റെ ജീവിക്കാൻ ആവശ്യമായത് കഴിച്ചു ബാക്കിയുള്ളവൻ. 50 വയസ്സ് തികഞ്ഞ ഒരാളാണ്. ഇനി 20 കൊല്ലം. ആ 20 കൊല്ലത്തേക്ക് ജീവിക്കാൻ ആവശ്യമായത് കഴിച്ചു ബാക്കിയുള്ളവൻ അവന്റെ തൊഴിലും അതല്ലെങ്കിൽ അവന്റെ പെൻഷനും അല്ലെങ്കിൽ അവന്റെ സമ്പത്തിന്റെ വരുമാനവും അല്ലെങ്കിൽ അവന്റെ സമ്പത്ത് വിറ്റാൽ കിട്ടുന്ന കാശും കണക്ക് കൂട്ടിയിട്ട് ഇനി 20 കൊല്ലത്തിനേക്കാൾ കൂടുതൽ 20 കൊല്ലം ജീവിക്കാൻ ആവശ്യമായതിനേക്കാൾ കൂടുതൽ ഉണ്ട് എങ്കിൽ അവൻ വലിയ സമ്പന്നനാണ്. അവൻ ഒരുപാട് ബാധ്യതകൾ ഇസ്ലാമിലുണ്ട്. സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നത് സക്കാത്ത് മാത്രമല്ല. സക്കാത്ത് ചില സമ്പത്തിന് മാത്രമേ ഉള്ളൂ. അത് സമ്പന്നന്റെ ബാധ്യതയല്ല, സമ്പത്തിന്റെ സക്കാത്താണ്. അത് ചില സമ്പത്തുകൾക്ക് മാത്രമേ ഉള്ളൂ. നെല്ലിന് സക്കാത്തുണ്ട്, ഗോതമ്പിന് സക്കാത്തുണ്ട്, അതുപോലെ ഈത്തപ്പഴത്തിന് സക്കാത്തുണ്ട്, മുന്തിരിക്ക് സക്കാത്തുണ്ട്, സ്വർണത്തിന് സക്കാത്തുണ്ട്, വെള്ളിക്ക് സക്കാത്തുണ്ട്, പണത്തിന് സക്കാത്തുണ്ട്. അതേ സമയത്ത് കശുവണ്ടിക്ക് സക്കാത്തില്ല, അടക്കക്ക് സക്കാത്തില്ല, നെല്ലിന് തേങ്ങക്ക് സക്കാത്തില്ല, റബ്ബറിന് സക്കാത്തില്ല, ബസ്സിന് സക്കാത്തില്ല, വാഹനങ്ങൾക്ക് സക്കാത്തില്ല, അതിനൊന്നും സക്കാത്തില്ല. അതൊക്കെ സമ്പത്താ, അതിനൊന്നും സക്കാത്തില്ല. ഇവിടൊക്കെ എത്ര വലിയ അടക്ക തോട്ടക്കാരുണ്ട്, അടക്കക്ക് സക്കാത്തുണ്ട്. എത്ര തേങ്ങ ഉള്ളവരുണ്ട്, അതിന് സക്കാത്തുണ്ട്. റബ്ബർ എസ്റ്റേറ്റുള്ള അവർക്ക് സക്കാത്തുണ്ട്. അപ്പൊ സമ്പത്തിന്റെ സക്കാത്ത് വേറെ, സമ്പന്നന്റെ ബാധ്യത വേറെ. പഠിക്കണ്ടേ? അതേ സമയത്ത് ഒരു സമ്പന്നനാണെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞ സമ്പന്നൻ അവരേജ് ആയുസ്സുകാലം ജീവിക്കാൻ ആവശ്യമായ, തനിക്കും തന്റെ ആശ്രിതർക്കും ആവശ്യമായ, തനിക്കും തന്റെ മക്കൾക്കും തന്റെ മാതാപിതാക്കൾ ആശ്രയിക്കുന്നവരാണെങ്കിൽ അവർക്കും ആവശ്യമായ ചെലവ് കഴിച്ചിട്ട് ബാക്കിയുള്ള മുതലാളിയാണ്. ആ മുതലാളിമാർക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്.
നാട്ടിലെ പള്ളികള്, മദ്രസകള്, ദീനിന്റെ ശിആറുകള്, പാവപ്പെട്ടവന് വീട് വെക്കാൻ പറ്റാത്തവന് വീട് വെച്ച് കൊടുക്കല്, ചികിത്സിക്കാൻ കഴിയില്ലാത്തവന് ചികിത്സ കൊടുക്കല്, ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം കൊടുക്കല്, മെഡിസിൻ വാങ്ങാൻ കഴിയാത്തവന് മെഡിസിൻ കൊടുക്കല്, അതെല്ലാം ആ നാട്ടിലെ മയാസീറുൽ മുസ്ലിമീൻ, മേൽ പറയപ്പെട്ട സമ്പന്നന്മാർക്ക് ബാധ്യതയാണ്. അവര് ചെയ്യുന്ന ഔദാര്യങ്ങളല്ല. മേൽ പറയും, ഞാൻ സക്കാത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, കൃത്യമായിട്ട് അണപ്പൈ കൃത്യമായി സക്കാത്ത് കൊടുക്കുന്നുണ്ട് എന്നതുകൊണ്ട് മുതലാളിമാരെ ബാധ്യത തീരുകയില്ല. തന്റെ സമ്പത്തിന്റെ 2.5% സക്കാത്ത് കൊടുത്തു, അതുകൊണ്ട് എന്റെ സമ്പത്തിന്റെ ബാധ്യതകളൊക്കെ തീർന്നു എന്ന് മനസ്സിലാക്കരുത് എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ ഈ തെറ്റിദ്ധാരണ വന്നത് യഥാർത്ഥത്തിൽ പഠിക്കേണ്ടത് പഠിച്ചിട്ടില്ല. ഓരോ കാര്യം വരുമ്പോൾ അതിനെപ്പറ്റി പഠിക്കൽ നിർബന്ധമാണ്. ഇതുകൊണ്ടാ നമ്മുടെ പുന്നാരപ്പൂവായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമാ. ഇൽമു പഠിക്കൽ ഓരോരുത്തരെയും ബാധിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഇൽമു പഠിക്കൽ അത് നിർബന്ധമാണ്. എല്ലാ പുരുഷനും നിർബന്ധമാണ്, എല്ലാ സ്ത്രീകൾക്കും നിർബന്ധമാണ്. എല്ലാവരും എല്ലാ അറിവും പഠിക്കേണ്ടതില്ല. പക്ഷെ അവനവൻ ബാധ്യസ്ഥനാകുന്ന, അവനവൻ ബന്ധപ്പെടുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഇൽമു പഠിക്കണം. സഹോദരാ, ഒരാള് പെണ്ണ് കെട്ടുമ്പോൾ, നിക്കാഹ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യം പഠിക്കൽ അവന് നിർബന്ധമാണ്. എന്തെല്ലാം തന്റെ പെണ്ണിനവൻ അവകാശപ്പെട്ടിരിക്കുന്നു, എന്തെല്ലാം ഒരു ഭാര്യയിൽ നിന്ന് അവന് ലഭിക്കേണ്ടതുണ്ട്, എന്തൊക്കെ ഒരു ഭാര്യക്ക് അവൻ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്, ഭാര്യയോട് എന്തൊക്കെ ബാധ്യതകളുണ്ട്, ഇത് പഠിക്കൽ ആ പുരുഷന് നിർബന്ധമാണ്. ഒരു പെണ്ണാണെങ്കിലോ തന്റെ ഭർത്താവിനോട് എന്തെല്ലാം ബാധ്യതകളുണ്ട്, ഭർത്താവിന് എന്തെല്ലാം ചെയ്തു കൊടുക്കൽ കടമയുണ്ട്, അതെല്ലാം പഠിക്കൽ ആ പെണ്ണിനെ സംബന്ധിച്ച് നിർബന്ധമാണ്. ഞാൻ ചോദിക്കുന്നു മുസ്ലിമേ, ഇതെല്ലാം ജീവിതത്തിൽ ആരെങ്കിലും ചെയ്യാറുണ്ടോ? ആരെങ്കിലും പഠിക്കാറുണ്ടോ? ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? എന്താണ് നമ്മൾ ഈ പഠിച്ചു എന്ന് പറയുന്നത്? എന്താണ് നമുക്ക് ഈ അറിവുണ്ട് എന്ന് പറയുന്നത്? ആരെ ബോധിപ്പിക്കാനാ നമ്മൾ ഇത് പറയുന്നത്? അറിവുണ്ട് എന്ന ധാരണയിൽ എന്താ നമ്മൾ നിൽക്കുന്നത്? സുബ്ഹാനല്ലാഹ്, അവനവൻ ബന്ധപ്പെടുന്ന മേഖലയെ കുറിച്ച് വ്യക്തമായി പഠിച്ചിരിക്കണം. ഒരു കച്ചവടക്കാരനാണെങ്കിൽ ആ കച്ചവടം സഹിയാവാൻ ആവശ്യമായത് പഠിക്കണം. എന്തെല്ലാം വിൽക്കാൻ പറ്റും, ഏതൊക്കെ രൂപത്തിൽ വിൽക്കാൻ പറ്റും, ഏതെല്ലാം വിൽക്കാൻ പറ്റുകയില്ല, ഏതെല്ലാം ഹറാമായ കച്ചവടമാണ്, അതിനെക്കുറിച്ച് പഠിക്കണം. എനിക്കും തൃപ്തിയാണ്, എന്റെ ഉപഭോക്താക്കളും തൃപ്തിയാണ്, രണ്ടുപേരും തൃപ്തിപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം ശറഇൽ വച്ചിരിക്കുന്ന നിയമങ്ങള് നടപ്പാക്കാതിരുന്നാൽ, നിർവഹിക്കാതിരുന്നാൽ അത് ഹലാലായ കച്ചവടമാവുകയില്ല. ഒരു ഭൂമി ഒരാള് വാങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ വിറ്റിരിക്കുന്നു. ആ ഭൂമി വിറ്റാൽ അതിന്റെ കാശ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യുന്നതിന്റെ മുമ്പ് ആ വാങ്ങിയ ആൾക്ക് മറ്റൊരാൾക്ക് വിൽക്കാൻ പാടില്ല. അതേ സമയത്ത് രജിസ്റ്റർ ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ വിൽക്കാൻ വേണ്ടി ആദ്യത്തെ വിൽപ്പന നടത്തിയവൻ സമ്മതം കൊടുത്തിട്ടുണ്ട് എന്ന് കരുതി ആ വിൽപ്പന സഹിയാവുകയില്ല.
അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്ക് വിൽക്കും, എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ വിൽക്കും, ഞാൻ പറയുന്ന ആൾക്ക് രജിസ്റ്റർ ചെയ്തു തരേണ്ടി വരും. ഈ നിലക്കാണ് നീ കച്ചവടം ചെയ്യുന്നതെങ്കിൽ ആ കച്ചവടം അവൻ തൃപ്തിപ്പെട്ടതാണല്ലോ എന്ന് കരുതി അല്ലാഹു റസൂല് വെച്ചിരിക്കുന്ന നിയമങ്ങളിൽ മാറ്റം വരില്ല. ഞാൻ ചോദിക്കുന്നു, ഏത് ഭൂമി കച്ചവടക്കാരാണ് അങ്ങനെ ചെയ്യാറുള്ളത്? ഏത് റിയൽ എസ്റ്റേറ്റ് ഉടമകളാണ് അങ്ങനെ ചെയ്യാറുള്ളത്? ആവശ്യമായ അറിവെന്തേ നിങ്ങൾ പഠിക്കാതിരുന്നത്? കൂടുതൽ സ്കോപ്പുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. കൂടുതൽ മാർക്കറ്റുള്ള സാധനങ്ങൾ വാങ്ങി വെക്കുന്നുണ്ടല്ലോ. കച്ചവടങ്ങളിലൊക്കെ നിങ്ങൾ വിജയിക്കുന്നുണ്ടല്ലോ, ലാഭം കിട്ടുന്നുണ്ടല്ലോ. പക്ഷേ എന്റെ സൃഷ്ടാവായ സർവാധീനാഥനായ റബ്ബ് അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബാ, അല്ലാഹ് ഹലാലാക്കിയ കച്ചവടം, അല്ലാഹ് പലിശ നിഷിദ്ധമാക്കി കച്ചവടം ഹലാലാക്കി. ആ അല്ലാഹു ഹലാലാക്കിയതായ രൂപവും അതിന്റെ ഭാവവും അതിന്റെ നിബന്ധനയും അതിന്റെ മച്ചിട്ടകളും എന്തുകൊണ്ട് പഠിക്കണമെന്ന് തോന്നിയില്ല? എന്തുകൊണ്ട് പഠിച്ചില്ല? കല്യാണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടില്ലേ, ഒരു ഖത്തീബ് ഖുത്ബ ഓതാറുണ്ട്, അലാ ഇന്നല്ലാഹ അഹല്ലൻ നിക്കാഹ് വഹറമസ് സിഫാഹ്, നിക്കാഹ് അല്ലാഹു തആല ഹലാലാക്കിയതാണ്, സിഫാഹ് അല്ലാഹു തആല ഹറാമാക്കിയതാണ്. അത് ഹലാലായ രൂപത്തിലാവാൻ എന്തെല്ലാം ചെയ്യണം? ഒരു ഭാര്യയെ ത്വലാഖ് ചൊല്ലേണ്ടി വന്നാൽ, ഒരു ഭാര്യയെ തമ്മിൽ ഒത്തുകൂടാൻ പറ്റാത്ത സമയത്ത് ത്വലാഖ് ചൊല്ലേണ്ടി വന്നാൽ അവിടെയുള്ള നിബന്ധന എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് ഭാര്യയോട് പറയാൻ പറ്റാത്തത്? ഇത്തരം കാര്യങ്ങളൊക്കെ കല്യാണം കഴിക്കുന്ന സ്ത്രീയും പുരുഷനും പഠിച്ചിരിക്കണം എന്നാണ് ഞാൻ ആ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിശുദ്ധ റമളാനാണ് വരുന്നത്. ഈ റമളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയതിൽ ചില രഹസ്യങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയത് കേവലം പട്ടിണി കിടക്കുന്നതിന് വേണ്ടി മാത്രമല്ല, വിശപ്പറിയാൻ വേണ്ടി മാത്രമല്ല. അല്ലാഹു തആല മനുഷ്യന്റെ മനസ്സ് ശുദ്ധിയാവാകുന്നു, തഖ്വയിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കാനും വേണ്ടി അല്ലാഹ് നിർബന്ധമാക്കിയതാണ് നോമ്പ്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നോമ്പ് നിർബന്ധമാക്കി. എന്തിനാണ് അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയത്? നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകൾക്ക്, ഇവിടെ നോക്ക്, ചില ആളുകൾക്ക് ഈ പലവിധത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകും. ആ രോഗങ്ങൾക്കൊക്കെ മതിയായ രൂപത്തിലുള്ള ചികിത്സ നമ്മൾ നടത്തും. ചികിത്സ നടത്തണം. ചികിത്സ നടത്തിയാലും നടത്തിയില്ലെങ്കിലും സുഖപ്പെടുത്തുന്നവൻ അല്ലാഹുവാണ്. ആര് ചികിത്സിച്ചാലും സുഖപ്പെടുത്തുന്നത് അല്ലാഹുവാണ്. മരുന്നുകൊണ്ട് സുഖപ്പെടുത്തുന്നത് അല്ലാഹുവാണ്. മന്ത്രം കൊണ്ട് സുഖപ്പെടുത്തുന്നത് അല്ലാഹുവാണ്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ നാവ് കൊണ്ട് പറയുന്ന വാക്കുകൾ കൊണ്ട് സുഖപ്പെടുത്തുന്ന അള്ളാഹുവാണ്. ഷാഫി എന്ന് പറയുന്ന അള്ളാഹുവിന്റെ വിശേഷണമാണ്. എത്രയോ ആളുകൾക്ക് അല്ലാഹു തആല മരുന്ന് കൊണ്ട് ശിഫ നൽകുന്ന അല്ലാഹു തആല അതേ മാ വളഅ അല്ലാഹു ദഅൻ ഇല്ലാ വളഅനഹു ദവാ, എല്ലാ രോഗവും നിശ്ചയിച്ച കണക്കാക്കിയ അല്ലാഹു തആല ആ രോഗങ്ങൾക്കൊക്കെ മരുന്നും അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. മരുന്നില്ലാത്ത രോഗങ്ങളില്ല, അത് മരണം മാത്രമാണ്.
മരണവും രോഗവും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. വലിയ വലിയ രോഗമുള്ളവർ എത്രയോ കാലം ജീവിക്കുന്നു മരിക്കാതെ. ഒരു രോഗവുമില്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് മരിക്കുന്ന അങ്ങനെയും ആളുകളുണ്ട്. അതേ സമയത്ത് എല്ലാ രോഗത്തിനും അല്ലാഹു തആല മരുന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ മരുന്ന് കൊണ്ട് സുഖപ്പെടുത്തുന്നത് അല്ലാഹുവാണ്, മന്ത്രം കൊണ്ട് സുഖപ്പെടുത്തുന്നതും അല്ലാഹുവാണ്. മരുന്നും അതുപോലെ തന്നെ മന്ത്രവും മറ്റു കാരണങ്ങളൊന്നുമില്ലാതെ സുഖപ്പെടുത്തുന്നതും അല്ലാഹുവാണ്. അല്ലാഹുവിന് സുഖപ്പെടുത്താൻ ഒരു മരുന്നിന്റെയും ആവശ്യമില്ല, ഒരു കാരണങ്ങളുടെയും ആവശ്യമില്ല. ഈ വിശാലമായ പ്രപഞ്ചം മുഴുവനും അല്ലാഹു സൃഷ്ടിച്ചു. എന്തുകൊണ്ടാണ് അല്ലാഹു സൃഷ്ടിച്ചത് എന്നറിയില്ലല്ലോ. ഒന്നുകൊണ്ടും അല്ലല്ലേ അല്ലാഹു ശൂന്യതയിൽ നിന്ന് പടച്ചതാണ്. ഈ ലോകത്ത് ഭൂമിയെ അല്ലാഹു എന്തുകൊണ്ട് പടച്ചു? ആകാശത്തെ എന്തുകൊണ്ട് പടച്ചു? ചന്ദ്രനെ എന്തുകൊണ്ട് പടച്ചു? നക്ഷത്രങ്ങളെ എന്തുകൊണ്ട് പടച്ചു? അതിന്റെ മെറ്റീരിയൽസുകൾ എന്താണ്? അതിന്റെ കണ്ടന്റ് എന്താണ്? അതൊക്കെ അല്ലാഹു ശൂന്യതയിൽ നിന്ന് പടച്ചതാണ്. എല്ലാം ശൂന്യതയിൽ നിന്ന് പടക്കുന്നത് അല്ലാഹുവാണ്. അല്ലാഹുവിനല്ലാതെ ഇല്ലാത്ത ഒന്നിനെ പടക്കാൻ കഴിയില്ല. വല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളെയും പടച്ചത് അല്ലാഹുവാണ്. അല്ലാഹു തആല പടച്ച ദ്രവ്യങ്ങളെ, അല്ലാഹു പടച്ച വസ്തുക്കളെ പലതായി രൂപപ്പെടുത്താനും കോലപ്പെടുത്താനും ഒരുപക്ഷെ മനുഷ്യന് കഴിഞ്ഞെന്ന് വന്നേക്കും. പക്ഷേ ശൂന്യതയിൽ നിന്ന്, ഇല്ലായ്മയിൽ നിന്ന് ഒന്നിനെയും പടക്കാൻ മനുഷ്യനെന്നല്ല അല്ലാഹയല്ലാത്ത ഒന്നിനും കഴിയില്ല. എന്നാൽ ഇങ്ങനെ പടച്ച അല്ലാഹു തആലാക്ക് മനുഷ്യന് ഒരു കാരണം കൂടാതെ സുഖപ്പെടുത്താനും കഴിയും. പക്ഷേ തദാവൗ, നിങ്ങൾ ചികിത്സിച്ചോളോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചിട്ടുള്ളതാണ്. ചികിത്സ അനുവദനീയമാണ്. അതിനാൽ തന്നെ ഒട്ടുമിക്ക രോഗങ്ങളാകുമ്പോൾ നമ്മൾ ചികിത്സിക്കും. ആരോഗ്യശാസ്ത്രം എത്ര കണ്ട് വികസിക്കുന്നുവോ അതിനേക്കാളപ്പുറം രോഗശാസ്ത്രം ഇന്ന് വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ ചികിത്സാ രീതികൾ കണ്ടെത്തുമ്പോൾ അതിലും നൂതനമായ പുതിയ പുതിയ രോഗങ്ങൾ ഇന്ന് കണ്ടുപിടിക്കുകയാണ്. എപ്പോഴും ചികിത്സയേക്കാൾ കൂടുതൽ പുതിയ പുതിയ രോഗങ്ങളാണ്. ഏതായിരുന്നാലും ഒരു മാരകമായ രോഗമാണല്ലോ ക്യാൻസർ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹിക്കാൻ കഴിയാത്ത എല്ലാ മാരക രോഗങ്ങളിൽ നിന്നും നമുക്ക് സലാമത്ത് നൽകട്ടെ. രോഗമുണ്ടാവുന്നത് ഒരു മോശമല്ല, അതൊരു കുരുത്തക്കേടല്ല, അതൊരു പൊരുത്തക്കേടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇദാ റാദല്ലാഹു ബിഅബ്ദിൻ ഖൈറൻ, ഒരു മുഅ്മിനായ അടിമക്ക് ഖൈർ നൽകണമെന്നാണ് അല്ലാഹു ഉദ്ദേശിച്ചതെങ്കിൽ ഇബ്തലാഹുല്ലാഹ്, അവനെ അന്ന് രോഗം കൊടുത്ത് പരീക്ഷിക്കും. അത് സഹിക്കാനും ക്ഷമിക്കാനും നല്ല ക്ഷമ കൊടുക്കും, മനസ്സും കൊടുക്കും. അങ്ങനെ രോഗം കാരണമായിട്ട് അവൻ ക്ഷമിക്കും, സഹിക്കും. അതുകൊണ്ട് അവന്റെ പാപങ്ങളെല്ലാം കൊഴിഞ്ഞു പോകും. അത് കാരണമായി ഉന്നതമായ സ്ഥാനം ലഭിക്കാൻ അത് കാരണമാകും. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻപിൽ വെച്ച് ഒരാളെ പറ്റി ഒരസുഖവുമില്ലാതെ പെട്ടെന്നങ്ങ് മരിച്ചു എന്ന് നബിയുടെ സദസ്സിൽ വെച്ച് പറയപ്പെട്ടപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന മറ്റൊരു സഹാബി പറഞ്ഞു, അല്ലാഹ്, എത്ര ഭാഗ്യമാണ്, ഒരസുഖവുമില്ലാതെ ഒരു നേരവും മൂടിക്കിടക്കാതെ കഷ്ടപ്പെടാതെ അയാൾ മരിച്ചുവല്ലോ. ഇത് പറഞ്ഞ സമയത്ത് മുത്തുനബി പറഞ്ഞു, വൈഹക്, നാശമേ, അത് ശരിയല്ല.
അല്ലാഹു തആല അയാൾക്ക് രോഗം കൊടുത്തിരുന്നുവെങ്കിൽ, ആ രോഗം കൊണ്ട് അയാൾ ക്ഷമിച്ചിരുന്നുവെങ്കിൽ, അയാൾക്ക് അല്ലാഹു തആല പാപങ്ങൾ പുറത്തു കൊടുത്തിരുന്നെങ്കിൽ, അത് കാരണം സ്ഥാനം ഉയർത്തി കൊടുത്തിരെങ്കിൽ എത്ര നന്നായിരുന്നു. അതുകൊണ്ട് ഒരു രോഗവുമില്ലാതെ പെട്ടെന്ന് നിഷ്പ്രയാസമായിട്ട് മരിക്കുക എന്നത് അതും ഒരു പുണ്യമായി കണക്കാക്കാനില്ല. മരിക്കുന്ന സമയത്ത് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നതും വേദനിക്കുന്നതും ആ മനുഷ്യൻ മോശപ്പെട്ടവനാണ് എന്നതിന് തെളിവുമല്ല. മഹദി ആയിഷ ബീവി പറയുമായിരുന്നു, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ രംഗം ഞാൻ കണ്ടതിന് ശേഷം ഒരാളും പെട്ടെന്ന് നല്ല രൂപത്തിൽ മരിക്കുന്നത് ഒരു ഭാഗ്യമായി എനിക്ക് തോന്നിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണവേദന അനുഭവിക്കുന്നതും അവിടുത്തെ തടുത്തുള്ള തോൽപാത്രത്തിൽ നിന്ന് വെള്ളം കൈകൊണ്ട് മുഖത്തിങ്ങനെ തടകുന്നതും, ഇന്നലിൽ മൗത്തിലെ സക്കറാത്ത്, മരണത്തിന് വല്ലാത്ത വേദനയുണ്ടെന്ന് പറയുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. അതിനുശേഷം ഒരാളും പുഞ്ചിരിച്ച് പെട്ടെന്ന് പ്രയാസരഹിതമായി മരിക്കുന്നത് ഒരു ഭാഗ്യമായി എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ആണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ മരിക്കേണ്ടിയിരുന്നു. ഇരിക്കട്ടെ, അങ്ങനെ ക്യാൻസർ രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ ഡോക്ടർമാര് പലതരക്കുള്ള ചികിത്സ തരും. 1-ാം സ്റ്റേജ്, 2-ാം സ്റ്റേജ്, 3-ാം സ്റ്റേജ്, 4-ാം സ്റ്റേജ്, ഇങ്ങനെ സ്റ്റേജുകൾ കണക്കാക്കിയിട്ടുണ്ട്. 1-ലോ 2-ലോ ഒക്കെ സ്റ്റേജ്, 1-ാം സ്റ്റേജിലോ 2-ാം സ്റ്റേജിലോ ഒക്കെ രോഗം കണ്ടുപിടിക്കപ്പെട്ടാൽ അതിനെ ചികിത്സിച്ച് സുഖപ്പെടുമെന്ന് വളരെ പ്രതീക്ഷയാണ്. എന്നാൽ അവസാനത്തൊരു സ്റ്റേജ് ഉണ്ട്. അവിടെ പറയും ഇനിയൊരു പ്രതീക്ഷയുമില്ല, നമുക്കൊന്ന് കീമിയോ കൊടുത്തു നോക്കാം, ഒന്ന് കരിച്ചു നോക്കാം, പ്രതീക്ഷ വളരെ കുറവാണ് എന്നതുപോലെ മനുഷ്യന്റെ ശരീരത്തിന് ബാധിക്കുന്ന രോഗം പോലെ മനുഷ്യന്റെ ആത്മാവിന് പിടിപെടുന്ന ചില രോഗങ്ങളുണ്ട്. അതിൽപ്പെട്ട രോഗമാണ് കിബ്റ്, ഹസദ്, അതുപോലത്തെ മാറാവ്യാധി ചില രോഗങ്ങളുണ്ട്. ആ രോഗത്തിന്, ഹൃദയത്തിന് പിടിപെടുന്ന മാരകമായ രോഗം, ആ രോഗത്തിന് ചില ചികിത്സകളുണ്ട്. ആ ചികിത്സകൾക്ക് വേണ്ടിയിട്ട് അല്ലാഹു തആല ഒരുപാട് ഓപ്ഷനുകൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ നിസ്കാരം കൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെട്ടു പോകുന്നുണ്ട്. വുളു എടുക്കുന്ന സമയത്ത് പാപങ്ങൾ പൊറുക്കപ്പെടുന്നുണ്ട്. നിസ്കരിക്കുമ്പോൾ പാപങ്ങൾ പൊറുക്കപ്പെടുന്നുണ്ട്. നിസ്കരിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നാൽ പാപങ്ങൾ പൊറുക്കപ്പെടുന്നുണ്ട്. മുത്തുനബി പറഞ്ഞില്ലേ, ഇന്നഹദുക്കും യുസല്ലി ഇന്നൽ മലായികത തുസല്ലി അലാ അദിക്കും മാദഅമ ഫീ മുസല്ലാഹു അല്ലദീ സ്വല്ലാ ഫീഹി. നിസ്കരിച്ച അതേ ഇരുത്തത്തിൽ ഇരിക്കുന്നിടത്തോളം സമയം മലക്കുകൾ നിങ്ങളിൽ ഓരോരുത്തർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, ഇവനൊന്ന് പൊറുത്തു കൊടുക്ക്, ഇവനോട് കൃപ ചെയ്യ് എന്ന് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ നിസ്കരിച്ച് ആ സ്പോട്ടിൽ ഇരുന്നു കൊണ്ട് ഇരിക്കുന്ന മനുഷ്യന് വേണ്ടി ദുആ ചെയ്യുമെന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. നാം സാദാത്തുക്കളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്നു, ആലിമീങ്ങളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്നു. അതിലൊക്കെ വലിയ പുണ്യങ്ങളും പ്രത്യേകതകളുമുണ്ട്. എന്നാൽ മോനെ, ഈ ആലിമീങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നതും സയ്യിദന്മാരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നതും സ്വാലിഹീങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നതും അതൊക്കെ അതിന്റെ പാപങ്ങൾ പൊറുത്ത് കിട്ടണം, നിനക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടണം, അല്ലാഹുവിന്റെ അടുത്ത് നിനക്ക് നിനക്ക് അതേ പാപങ്ങൾ പൊറുത്ത് ശുദ്ധിയായി കിട്ടണമെന്ന നീയത്തോടെയാണ് നീ പ്രാർത്ഥിപ്പിക്കുന്നതെങ്കിൽ ആദ്യം നീ ചെയ്യേണ്ടത് നിസ്കരിച്ച് അവിടെ തന്നെ ഇരുന്ന് പരമാവധി അവിടെ ഇരിക്കുകയാണ്. അറിയാവുന്ന ഇസ്തിഗ്ഫാറും ദിക്റുകളും ചൊല്ലുകയാണ്.
എന്നാൽ നിനക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന് ജീവിതത്തിൽ ഒരു കളവ് പോലും പറയാത്ത മുത്തുനബി പറഞ്ഞതാണ്. ഇന്നൽ മലായികത തുസല്ലി അലൈക്കും മാ ദഅമ ഫീ മുസല്ലാഹു അല്ലദീ സ്വല്ലാ ഫീ. നിസ്കരിച്ച അവിടെ ഇരിക്കുന്നിടത്തോളം സമയം. പക്ഷേ നമുക്കതിന് സമയം കിട്ടുന്നില്ല. വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ പാട് നമ്മൾ എഴുന്നേറ്റ് പോവുകയാണ്. എന്നിട്ട് നമ്മൾ അവിടെ ഖത്തീബ് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ പോലും അവിടെ ഇരിക്കാൻ നമുക്ക് സമയമില്ല. അവിടെ ഇസ്തിഗ്ഫാർ ചെല്ലാൻ നമുക്ക് സമയമില്ല. 33 സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നുള്ള ദിക്ർ ചെല്ലാൻ സമയമില്ല. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ കൃത്യമായിട്ട് ചെയ്തു പഠിപ്പിച്ച ദിക്റുകൾ ചൊല്ലാൻ സമയമില്ല. മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് വേണമെന്നില്ല, അല്ലെങ്കിൽ അതിൽ നമുക്ക് വിശ്വാസമില്ല എന്നല്ലേ അതിന്റെ അർത്ഥം. അങ്ങനെ നിസ്കരിച്ചിരിക്കുമ്പോൾ ഒരുപാട് ദോഷങ്ങൾ പുറത്തു പോകും. സുന്നത്ത് നിസ്കരിക്കുമ്പോൾ പുറത്തു പോകും. അതിനുശേഷം ആഴ്ചയിൽ ജുമുഅക്ക് പാപങ്ങൾ പുറത്തു പോകും. പള്ളിയിലേക്ക് ജമാഅത്തിന് നടക്കുമ്പോൾ പാപങ്ങൾ പുറത്തു പോകും. ഇങ്ങനെ ഏതെല്ലാം രൂപത്തിൽ പാപങ്ങൾ പുറത്തു പോകും. അതിനും പുറമേ ആ പാപങ്ങളൊക്കെ പുറത്താൽ അവസാനത്തൊരു ചാൻസ് ആണ്, ഒരു വർഷത്തിൽ ഒരു റമളാൻ സമാഗതമായാൽ ഒട്ടുമിക്ക പാപങ്ങളും പുറത്തു പോകും. അവസാനത്തെ ചികിത്സയാണ് ആ പാപങ്ങളെ മുഴുവനും കരിച്ചു കളയുക എന്നർത്ഥമുള്ള റമളാൻ. ക്യാൻസർ പിടിപെട്ട രോഗിക്ക് അവസാനമായി അത് കരിച്ചു കളയുന്നത് പോലെ നമ്മുടെ നമ്മുടെ ആത്മാവിന് സംഭവിച്ചിരിക്കുന്ന പാപങ്ങളും ദോഷങ്ങളും കരിച്ചു കളയാനുള്ള ഒരവസരമാണ് വിശുദ്ധ റമളാൻ. അങ്ങനെ കരിച്ചു കളഞ്ഞിട്ട് പാപങ്ങൾ പൊറുക്കുന്നില്ലെങ്കിലോ, കരിച്ചു കളഞ്ഞിട്ടും പാപങ്ങൾ പൊറുക്കുന്നില്ലെങ്കിലോ പിന്നെ ഞാൻ്റെ കാര്യം അമാന്താണ്. പിന്നെ ഇനി എന്ത് ചെയ്യാൻ പറ്റും? എത്ര പാവങ്ങൾ പുറത്തിട്ടും കരിച്ചു കളയും. ലാസ്റ്റ് ചികിത്സയാണ് റമളാൻ. ഒരു വർഷത്തിൽ അവൻ ചെയ്യുന്ന പാപങ്ങളെയൊക്കെ അല്ലാഹു കരിച്ചു കളയും. പക്ഷേ ആ കരിച്ചു കളയാൻ ഒരു മരുന്ന് മാത്രം പോരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിന് 5 മരുന്നുകൾ പറഞ്ഞിട്ടുണ്ട്. വദവാഉ ഖൽബിൻ ഖംസത്തുൻ ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖലാ വഖിയാമു ലൈലിൻ والتضرع بالسحر ومجالسات الصالحين الفضلاء. റമളാൻ കൊണ്ട് നമ്മുടെ പാപങ്ങൾ കരിച്ചു കളയാൻ ഒരു മരുന്ന് മാത്രമല്ല, 5 മരുന്ന് ഒന്നിച്ച് കഴിക്കണം. ഡോക്ടർമാര് നമുക്ക് മരുന്ന് എഴുതുന്ന സമയത്ത് ഒരു മരുന്നല്ലല്ലോ എഴുതുക, 3-4 മരുന്നുകൾ എഴുതും. ആ മരുന്ന് ഒന്നിച്ച് സേവിക്കണം, കൃത്യമായി തന്നെ സേവിക്കണം. ചിലപ്പോൾ ആ മരുന്നിൽപ്പെട്ട 1-2 മരുന്ന് മാത്രം ഉപയോഗിച്ചാൽ അത് മാരകമായ അസുഖമായി തീരും. ഉള്ള അസുഖം വർദ്ധിക്കാനിടയാകും. വേറെ പല അസ്വസ്ഥതകളും അതുകൊണ്ടുണ്ടാകും. അതിന് 5 മരുന്ന് നിർദ്ദേശിച്ചാൽ 5ന്റെയും ആ കോഴ്സ് പൂർത്തിയാക്കണം. എന്നാൽ നമ്മുടെ പാപങ്ങളൊക്കെ ശുദ്ധിയായി റമളാൻ കൊണ്ട് നേടാൻ 5 മരുന്നിൽ ഒന്നാമത്തെ മരുന്ന് വദവാഉ ഖൽബിൻ ഖംസത്തുൻ ഫതിലാവത്തുൻ, വിശുദ്ധ ഖുർആൻ ഓതലാണ്. റമളാൻ ആകുമ്പോൾ ഖുർആൻ ഓതണം. മറ്റു മാസങ്ങളിൽ ഖുർആൻ ഓതണം. മറ്റു മാസങ്ങളിൽ ഇല്ലാത്ത റമളാനിൽ മാത്രമുള്ള
ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ട അമല് ഖുർആനിന്റെ പഠനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റു മാസങ്ങളിൽ ചെയ്യാത്തത് റമളാനിൽ മാത്രം ചെയ്തിരുന്നത് കാന യുദാരിസുൽ ഖുർആൻ, ഖുർആൻ പഠനമായിരുന്നു. ഈ വിശുദ്ധ റമളാനിൽ എനിക്ക് പാപങ്ങൾ പൊറുക്കണം, എനിക്കൊന്നു നന്നാവണം, ഒരു പുതിയ ജീവിതം തുടങ്ങണം, അല്ലാഹുവിലേക്ക് ഞാൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്, ഓരോരുത്തരോടും മരണം അടുത്തുകൊണ്ടിരിക്കുകയാണ്, റബ്ബിലേക്ക് തിരിച്ചു പോകാൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ തിരിച്ചു പോകുമ്പോൾ വളരെ സുന്ദരമായി റബ്ബിന്റെ പ്രീതിയോടുകൂടി തിരിച്ചു പോകണം എന്നുദ്ദേശിക്കുന്നവർ ചെയ്യേണ്ടതെന്താണ്? ഏറ്റവും കൂടുതൽ ഖുർആൻ പഠനം നടത്തണം, ഖുർആൻ ഓതണം, ഖുർആൻ പഠിക്കണം, വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പഠനം നടത്തണം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആൻ പഠനം നടത്തുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിന് ഖുർആൻ അവതരിപ്പിക്കുന്നു, വ്യാഖ്യാനങ്ങൾ പറയുന്നു. അതുകൊണ്ടാണ് പഴയ കാലം മുതൽക്കേ നമ്മുടെ നാടിലെല്ലാം പ്രത്യേകതയുള്ള ഒരു കാര്യമാണ് റമളാനിൽ ഉറുദി പറയുക, കൂടുതൽ കൂടുതൽ ഉറുദി പറയുക, ഇൽമു പറയുക, ഖുർആൻ പഠിക്കുക, ഹിസ്ബ് ക്ലാസ് സംഘടിപ്പിക്കുക. ഇത് മനുഷ്യന്റെ കൽബ് നന്നാവാൻ ഏറ്റവും വലിയ മരുന്നാണ്. ആ മരുന്ന് ഉപയോഗിക്കാതെ കേവലം പട്ടിണി കിടന്ന് നോമ്പെടുത്തത് കൊണ്ട് മാത്രം മോനെ നിന്റെ രോഗം സുഖപ്പെടുകയില്ല, നിന്റെ ആത്മാവ് ശുദ്ധിയാവുകയില്ല. നിനക്ക് റമളാനിന്റെ മുൻപുള്ളതിനേക്കാൾ എന്തെങ്കിലും ഒരു മാനസികമായ മാറ്റം 30 ദിവസത്തെ റമളാൻ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ടാവുകയില്ല. അതിന് നീ എന്തു ചെയ്യണം? വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. മാത്രമല്ല ആശയത്തെക്കുറിച്ച് പഠനം നടത്തി ഖുർആൻ ഓതണം, ഖുർആൻ ക്ലാസുകളിൽ പങ്കെടുക്കണം, ഉറുദികളിൽ പങ്കെടുക്കണം. മുതഅല്ലിമീങ്ങളും ആലിമീങ്ങളും കണ്ടമാനം നിന്റെ മഹല്ലത്തിൽ വന്ന് ഉറുദി പറയുമ്പോൾ, ഖുർആനിനെ കുറിച്ച് പറയുമ്പോൾ അത് കേൾക്കണം, അതിൽ നീ ഭാഗവാക്കാവണം. വലിൽ ബത്നിൽ ഖലാ, രണ്ടാമത്തെ കാര്യമാണ് നിന്റെ വയറ് കാലിയാവണം. അന്നപാനീയങ്ങൾ വർജിച്ചുകൊണ്ട് റമളാൻ അല്ലാത്ത മാസങ്ങളിൽ രാത്രിയിൽ കഴിക്കുന്നത് പോലത്തെ ഭക്ഷണം കഴിച്ച് പകൽ സമയത്ത് അന്നപാനീയങ്ങൾ വർജിക്കണം. തീർത്തും നിന്റെ വയറ് കാലിയാവണം. പകൽ സമയത്ത് കഴിക്കുന്നത് മുഴുവനും രാത്രിയിൽ കഴിച്ച് ഖളാ വീട്ടിയാൽ നിന്റെ നോമ്പ് കൊണ്ട് ആത്മശുദ്ധി കൈവരില്ല, നിന്റെ നോമ്പ് കൊണ്ട് ഫലമുണ്ടാവില്ല. നോമ്പല്ലാത്ത കാലത്ത് എന്താണോ നീ രാത്രിയിൽ കഴിക്കുന്നത് അതേ ഭക്ഷണം തന്നെ ആവണം രാത്രിയിൽ നീ കഴിക്കുന്നത്. എന്നിട്ട് പകലന്തിയോളം നീ അന്നപാനീയങ്ങൾ വെടിയണം.
അത്താഴം കഴിക്കൽ സുന്നത്താണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം അത്താഴ സമയത്ത് വാരി വലിച്ച് ഭക്ഷണം കഴിച്ച് വയറ് ഫുള്ളാക്കണം എന്നല്ല. അള്ളാഹുവിന്റെ റസൂൽ ഒരിറക്ക് വെള്ളമോ ഒന്നോ രണ്ടോ കാരക്കയോ കഴിച്ചിരുന്നത് അത് തബറുക്കാണ്, അത് ബറക്കത്തിനുള്ള ഭക്ഷണമാണ്, അത് തീർച്ചയായും സുന്നത്താണ്. അത്താഴം കഴിക്കലില്ല എന്ന് ഒരു പ്രത്യേക പവറായിട്ട് പറയണ്ട, അത് സുന്നത്താണ്, അതിൽ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് അത്താഴം കഴിക്കണം. അതേപോലെ തന്നെ പിന്നീട് ഇതിനെക്കുണ്ടാവേണ്ട ഏറ്റവും വലിയ മരുന്ന് രാത്രിയിൽ നിസ്കരിക്കണം, തറാവീഹ് നിസ്കരിക്കണം, വിത്ർ നിസ്കരിക്കണം. രാത്രിയിലെ നിസ്കാരം അത് മൂന്നാമത്തെ മരുന്നാണ്. അത്താഴ സമയത്ത് എഴുന്നേറ്റ് റബ്ബിനോട് വിനയത്തിൽ പ്രാർത്ഥിക്കണം, പൊട്ടിക്കരയണം. ആ സമയത്ത് എഴുന്നേറ്റുള്ള പ്രാർത്ഥന അതും ഈ മരുന്നിൽ പെട്ടതാണ്, 5 മരുന്നിൽ പെട്ടതാണ്. സൽജനങ്ങളായ ശ്രേഷ്ഠവന്മാരായ സ്വാലിഹീങ്ങളോടൊപ്പം പള്ളിയിൽ ചെന്നിരിക്കണം, ഇത്തികാഫിരിക്കണം, സജ്ജനങ്ങളോടൊപ്പം ഇരിക്കണം. ഈ 5 മരുന്നും കൃത്യമായി കഴിച്ചെങ്കിലേ ഈ റമളാൻ കൊണ്ട് നേടാൻ നിനക്ക് പറ്റൂ. റമളാൻ കൊണ്ട് നിന്റെ മനസ്സ് ശുദ്ധിയാകൂ, നിന്റെ പാപങ്ങൾ പുറത്ത് ഒരു ചെറിയ കുഞ്ഞിനെ പോലെ നീ പാപ സുരക്ഷിതനായി തീരൂ, നീ ശുദ്ധിയുള്ളവനായി തീരൂ. കേവലം പട്ടിണി കിടന്ന് പകലന്തിയോളം അന്നപാനീയങ്ങൾ വർജിച്ചു എന്നതുകൊണ്ട് നോമ്പ് കൊണ്ട് നേടാവുന്നതൊന്നും നേടാൻ കഴിയില്ല. ഓ സഹോദരന്മാരെ, ഇത് ഞാൻ നിങ്ങളോടൊക്കെ വസിയത്ത് ചെയ്യുകയാണ്. നമുക്കൊക്കെ റബ്ബിന്റെ അടുത്തേക്ക് പോകുമ്പോൾ, റബ്ബിലേക്ക് അടുക്കുന്ന സമയത്ത്, റബ്ബ് നമുക്ക് കണക്കാക്കപ്പെട്ട സമയത്ത് ഒരു തിരിച്ചു വരവുണ്ടല്ലോ. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, റബ്ബിലേക്ക് നിങ്ങളെയൊക്കെ തിരിച്ചു വിളിക്കുന്നൊരു ദിവസമുണ്ട്. ആ ദിവസം നിങ്ങൾ സൂക്ഷിക്കണം. വളരെയധികം പാടുപെട്ട് നിങ്ങൾ അല്ലാഹുവിനോട് നിങ്ങൾ അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്, ഈ ദുനിയാവിൽ നമ്മൾ മരിക്കുന്ന സമയത്ത് എത്ര ആളുകൾ മരിച്ചുപോയി. ആ മരിച്ചുപോയ ആളുകൾ അനുഭവിക്കുന്നത് എന്താണ് നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ. അവര് മരിച്ചപ്പോൾ അനുഭവിച്ചതെന്താണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാം അറിയുന്ന സർവാധിനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തതനുസരിച്ച് നമുക്ക് പറഞ്ഞു തരാൻ വിട്ട മുത്തു മുഹമ്മദ് മുസ്തഫ മരണത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, മറഞ്ഞതുകൊണ്ട് വിശ്വസിക്കുന്നവരല്ലേ മുസ്ലിമീങ്ങൾ. അതല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത്. 5ഉം 5ഉം 10 എന്ന് ഞാനും നിങ്ങളും ഏത് വിധത്തിൽ ഉറപ്പിക്കുന്നുണ്ടോ? രാത്രിക്ക് ശേഷം ഒരു പകലുണ്ട് എന്ന് നമുക്ക് ഏത് പ്രകാരം ഉറപ്പുണ്ടോ? ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഈ പ്രപഞ്ചം മുഴുവനും പ്രകാശിതമായിരുന്നു. ഈ ലൈറ്റുകൾ മുഴുവനും കാണാത്ത വിധം ഈ ഭൂമി മുഴുവനും പ്രകാശിതമായിരുന്നു. ഒരു സൂര്യൻ ഉണ്ടായിരുന്നു. ആ സൂര്യൻ അസ്തമിച്ചു പോയതാ. അസ്തമിച്ചപ്പോൾ ഇവിടെ ഇരുട്ടു പരന്നതാ. ഈ പരന്ന ഇരുട്ടിൽ വെളിച്ചത്തിന് വേണ്ടി ലൈറ്റുകൾ ഘടിപ്പിച്ചതാ.
ഞാനും നിങ്ങളും ഉറപ്പിക്കുന്നു, ഇനി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ ആ സൂര്യൻ തിരിച്ചു വരും. ആ സൂര്യൻ തിരിച്ചു വന്നാൽ ഇവിടെ മുഴുവനും പ്രകാശിതമാകും. ഈ ലൈറ്റുകൾ അപ്പോഴും അത് ഒരു പ്രകാശിക്കാത്ത നിഷ്പ്രഭയുള്ളതായി തീരും. ഈ ലൈറ്റ് കാണുകയില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട്, നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. ആരെതിര് പറഞ്ഞാലും നിങ്ങൾ അംഗീകരിക്കൂല. ഇവിടെ ഒരു സൂര്യൻ ഉണ്ടായിരുന്നു എന്നത് ആരെങ്കിലും നിഷേധിക്കുമോ? ആ സൂര്യൻ നാളെ തിരിച്ചു വരുമെന്ന് പറയാൽ ആരെങ്കിലും നിഷേധിക്കുമോ? അതേ രൂപത്തിൽ ഉറപ്പിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും, ഇനി വരാൻ പോകുന്നതിനെ കുറിച്ച് പറഞ്ഞത് മുഴുവനും, മരണം എനിക്കും നിനക്കും സംഭവിക്കുന്ന മരണത്തെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഈ സൂര്യനെ പറ്റി ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ വിശ്വസിക്കണം. അപ്പോഴല്ലേ നമ്മളൊരു മുഅ്മിനായി തീരുന്നത്, അപ്പോഴല്ലേ മുസ്ലിമായി തീരുന്നത്. മോനെ, ഞാൻ ചോദിക്കട്ടെ, നമുക്ക് മരണത്തിന്റെ സമയത്ത് എന്താ സംഭവിക്കുക? നമ്മുടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് പിരിയുകയാ. ഒരിക്കലും കാണാൻ കഴിയാത്ത ആത്മാവ് എന്നൊരു ശക്തി നമ്മുടെ ശരീരത്തിലുണ്ട്. നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാൻ കഴിയില്ല. എത്ര ഭദ്രമായ റൂമിലാണെങ്കിലും, എത്ര ഭദ്രമായ പെട്ടിയിലാണെങ്കിലും, ഒരു മനുഷ്യനെ അതിലകത്തടച്ചിട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ആത്മാവ് അതിൽ നിന്ന് പിടഞ്ഞു പോകും, പിരിഞ്ഞു പോകും. പക്ഷേ ആർക്കും അത് കാണാൻ കഴിയില്ല. എക്സ്റേ എടുത്താൽ അറിയാൻ കഴിയില്ല. MRI സ്കാനിൽ അത് തെളിയുകയില്ല. CT സ്കാനിൽ അത് തെളിയുകയില്ല. ഒരിക്കലും ആത്മാവിനെ നമുക്ക് കാണാൻ കഴിയില്ല. ഓരോ മനുഷ്യന്റെയും ആത്മാവ് ഒരു ചെറിയ തേനീച്ചയുടെ വലിപ്പത്തിൽ ആ മനുഷ്യന്റെ അതേ ആകൃതിയിലാണ്. ആത്മാവ് 4-ാം മാസത്തിൽ നമ്മുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് നമ്മുടെ ഭ്രൂണത്തിന് 4 മാസം തികയുമ്പോൾ നമ്മുടെ ഹാർട്ടിലേക്ക് സന്നിവേശിപ്പിച്ചിരിക്കുന്ന ഒരു ആത്മാവാണ്. യഥാർത്ഥത്തിൽ അതൊരു മലക്കാണ് ഈ ശരീരത്തിലേക്ക് സന്നിവേശിപ്പിച്ചത്. ആ ആത്മാവ് നമ്മുടെ ഭ്രൂണത്തിൽ വന്നത് മുതൽക്കാണ് നമ്മുടെ ഭ്രൂണം അനങ്ങാൻ തുടങ്ങിയത്, തുള്ളാൻ തുടങ്ങിയത്, പെടയാൻ തുടങ്ങിയത്. അതാണ് ഉമ്മമാര് ഗർഭമുള്ള സമയത്ത് ഗർഭത്തിന് അനക്കമുണ്ടോ എന്ന് ചോദിക്കുന്നത്. അനക്കം തുടങ്ങുന്നത് 4 മാസത്തിന് ശേഷമാ. അന്ന് ആത്മാവിന് അതിൽ നിക്ഷേപിക്കപ്പെട്ടതാ. ആത്മാവ് അതിലേക്ക് കടത്തിവിട്ടപ്പോൾ സർവാധിനാഥനായ റബ്ബിനോട് ആ ഗർഭാശയത്തിന്റെ ചുമതലയുള്ള മലക്ക് ചോദിച്ചിട്ടുണ്ട്, ഈ ഇന്നാലിന്നവന്റെ ആ മുതുകിൽ നിന്ന് നിർഗളിച്ച ഒരു തുള്ളി ബീജം, ഒരു ബീജത്തിന്റെ കണം ഇന്നാലിന്ന സ്ത്രീയുടെ ഗർഭാശയത്തിലെ അണ്ടവാഹിനി കുഴലിൽ കൂടി അണ്ടവുമായി കൂട്ടിപ്പിടിച്ചിട്ടുണ്ട്. ആ അണ്ടവുമായി കെട്ടിപ്പിടിച്ചിരിക്കുന്ന ആ ബീജാണ്ടത്തെ എന്തു ചെയ്യണം? അല്ലാഹു തആല അതിലേക്ക് ആത്മാവിനെ സന്നിവേശിപ്പിക്കാൻ ഒരുപക്ഷേ സമ്മതം കൊടുക്കുന്നു, അല്ലെങ്കിൽ അതങ്ങ് പുറത്തേക്ക് തള്ളി അബോഷൻ എന്ന പേരിൽ രക്തമായിട്ടങ്ങ് പുറന്തള്ളാൻ അല്ലാഹു നിർദ്ദേശിക്കുന്നു. മലക്കിനോട് ആത്മാവിനെ സന്നിവേശിപ്പിക്കാൻ കൽപ്പിക്കപ്പെട്ടാൽ ഈ ആത്മാവിന്റെ ചുമതലയുള്ള ആത്മാവ് സന്നിവേശിപ്പിക്കുന്ന മലക്ക് ചോദിക്കുന്നു, എന്താണ് അതിന്റെ കൂടെ രേഖപ്പെടുത്തേണ്ടത്? 4 കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നു. ഈ ആത്മാവ് ഈ ശരീരത്തിൽ
എത്ര കാലം നിൽക്കണം, കൃത്യമായ ടൈം അതിൽ രേഖപ്പെടുത്തുന്നു. പിന്നീട് ഈ ആത്മാവ് ഉൾക്കൊള്ളുന്ന ശരീരം പ്രവർത്തിക്കേണ്ട പ്രവർത്തനങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തുന്നു. അത് കഴിക്കേണ്ട ആഹാരങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തുന്നു. ആത്മാവ് വിജയിച്ചതെന്നോ പരാജയപ്പെട്ടതെന്നോ അതും രേഖപ്പെടുത്തുന്നു. ഈ 4 കാര്യം രേഖപ്പെടുത്താതെ ഒരു കുഞ്ഞും ലോകത്ത് പിറക്കുന്നില്ല. പിറന്നവരൊക്കെ അങ്ങനെ പിറന്നവരാ. ആ കൃത്യമായ 4 കാര്യങ്ങൾ രേഖപ്പെടുത്തിയാൽ ഈ ആത്മാവ് എത്രയാണോ തന്റെ ശരീരത്തിൽ തങ്ങേണ്ടത്, ആ കൃത്യസമയം വരുമ്പോൾ മലക്കുകൾ തന്നെ അതിനെ തിരിച്ചു പിടിക്കാൻ വരുന്നു. മലക്കങ്ങോട്ട് കടത്തിവിട്ടതിനെ മലക്കുകൾ തന്നെ തിരിച്ചു പിടിക്കുന്നു. അതേ സമയത്ത് നേരത്തെ അങ്ങോട്ട് കടത്തിവിട്ടപ്പോൾ ഈ ഭ്രൂണത്തിന് ഒരു വായു ഗുളികയുടെ വലിപ്പമാണ് ഉണ്ടായിരുന്നത്. അത് പിന്നീട് മാംസകഷ്ണമായി, പിന്നെ എല്ലായി, എല്ല് വീണ്ടും മാംസം കൊണ്ട് പൊതിഞ്ഞ്, പിന്നെ കൈകളും കാലുകളും കണ്ണുകളും രോമങ്ങളും എന്തെല്ലാമോ പടക്കപ്പെട്ടു. ഇപ്പോൾ 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും കഴിഞ്ഞപ്പോൾ ഇതൊരു രക്തക്കട്ടയല്ല, ബീജാണ്ടമല്ല, മാംസകഷ്ണമല്ല, ഇറച്ചിക്കട്ടയല്ല. ഈ 240 ചില്ലാനം എല്ലുകളുടെ പീസുകൾ കൂട്ടിഘടിപ്പിക്കപ്പെട്ട മജ്ജയും മാംസവും ഉള്ള രോമങ്ങളുള്ള ഒരു സുന്ദരമായ മനുഷ്യക്കുഞ്ഞിന്റെ രൂപം പ്രാപിച്ചിരിക്കുകയാ. അതിലേക്ക് മുഴുവനും ഈ ആത്മാവ് സന്നിവേശിപ്പിച്ചിരിക്കുകയാ. ഈ ഭൂമിയെ മൊത്തം 8ഉം 10ഉം തവണ ചുറ്റിക്കറക്കാൻ വലിപ്പമുള്ള സിരകളും ഞരമ്പുകളും ഈ പാടകളും ഈ ശരീരത്തിൽ പടച്ച റബ്ബ് സൃഷ്ടിച്ചിരിക്കുകയാ. എന്തൊരത്ഭുതമാ! ആ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഈ ആത്മാവ് സന്നിവേശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ഈ ആത്മാവിനെ തിരിച്ചു പിടിക്കാൻ 250 മലക്കുകൾ വലഭാഗത്ത് വന്ന് നിൽക്കുന്നു. 250 മലക്കുകൾ ഇടഭാഗത്ത് വന്ന് നിൽക്കുന്നു. അങ്ങനെ 500 മലക്കുകളാണ് ഈ ആത്മാവിനെ തിരിച്ചു പിടിക്കാൻ വരുന്നത്. ഇന്ന് ആ ശരീരം എന്തെല്ലാം രൂപത്തിൽ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അല്ലാഹ് ഏറ്റവും ശക്തിയുള്ള തൊടയല്ലുകളുണ്ട്. നല്ല കലം പോലത്തൊരു തലത്തൊട്ടിയുണ്ട്. അതുപോലെ ചങ്ങല പോലത്തെ ഞട്ടെല്ലുകളുണ്ട്. അതിലേക്ക് ഓരോ കണുപ്പുകളുണ്ട്, ഞരമ്പുകളുണ്ട്, മജ്ജയുണ്ട്, ഹാർട്ട് ഉണ്ട്, കിഡ്നിയുണ്ട്, വാൾവുണ്ട്. എന്തെല്ലാം നിന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിന്റെ കണ്ണുകളിൽ എത്ര ഞരമ്പുകളുണ്ട്, നിന്റെ കാതുകളിൽ എത്ര ഞരമ്പുകളുണ്ട്, നിന്റെ ശരീരത്തിൽ എന്തൊക്കെ പാടകളുണ്ട്. ഇതെല്ലാം ഉള്ള നിന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തിൽ നിന്നും ഈ ആത്മാവിനെ പതിയെ പിടിക്കാൻ 250 മലക്കുകൾ താഴ്ഭാഗത്ത് വലതുകാലിലും 250 ഇടതുകാലിലും നിന്റെ കാലിന്റെ വിരലുകളിൽ നിന്ന് ഈ മലക്കുകൾ നിന്റെ ആത്മാവിനെ പിടിച്ച് തുടങ്ങുകയാ. അതാ മുട്ടുവരേക്കും ഒരു വിഭാഗം മലക്കുകൾ, മുട്ട് മുതൽ കരവരെ വേറെ മലക്കുകൾ, കൈകൾ മുതൽക്ക് വിരലുകൾ മുതൽക്ക് മുട്ടുവരെ വേറെ മലക്കുകൾ, അവിടം മുതൽ തോള് വരെ വേറെ മലക്കുകൾ,
മലക്കുകൾ. ഈ മലക്കുകൾ വന്ന ആത്മാവിനെ പതിയെ പതിയെ പിടിച്ച് നിന്റെ ഈ ഹാർട്ടിൽ കൊണ്ടുവന്നിടുകയാണ്, ഹൃദയത്തിൽ കൊണ്ടുവന്നിടുകയാണ്. ആ ഹൃദയത്തിൽ നിന്റെ ആത്മാവ് നീരാളിപ്പിടുത്തം പിടിക്കുകയാണ്. നിന്റെ കൈകളിൽ നിന്നും കാലുകളിൽ നിന്നും ആത്മാവിനെ പിടിക്കലോടുകൂടി നിന്റെ രണ്ട് കാലുകൾ തളർന്നു പോയി, നിന്റെ രണ്ട് കൈകൾ മലർന്നു പോയി, നിന്റെ കണ്ണുകൾ മേൽപോട്ട് തുറിച്ചു പോയി, നിന്റെ ഹൃദയത്തിൽ പെടപെടയ്ക്കാൻ തുടങ്ങി, നിന്റെ ശരീരത്തിലാകെ തളർച്ച വന്നു, നിന്റെ ശരീരം തണുക്കാൻ തുടങ്ങി. ആത്മാവ് ഈ രൂപത്തിൽ ഇങ്ങനെ പിരിയുമ്പോൾ ആ പരസ്പരം കൈകളിലും കാലുകളിലുമുള്ള ആത്മാവ് തമ്മിൽ സലാം പറഞ്ഞ് പിരിയുമ്പോൾ ഈ ആത്മാവ് പിരിയുന്ന സമയത്ത് അനുഭവപ്പെടുന്നത് എന്താണെന്നറിയോ? നിന്റെ ഉപ്പ മരിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ച സമയത്ത് അനുഭവിച്ചത് എന്താണെന്നറിയോ? നിന്റെ ഉമ്മ മരിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചപ്പോൾ അനുഭവിച്ചത് എന്താണെന്നറിയോ? ഇനി നീ മരിക്കുന്ന സമയത്ത് എത്ര ശുദ്ധനാണെങ്കിലും പരമപരിശുദ്ധനാണെങ്കിലും നിനക്കും എനിക്കും അനുഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഈ ശരീരത്തിൽ നിന്ന് ആത്മാവങ്ങി പിരിയുമ്പോൾ സംഭവിക്കുന്നത്, മോനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു, നിന്റെ കൈകളിലോ നിന്റെ കാലുകളിലോ നിന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തോ നിന്റെ ഈ മൂക്കിന്റെ മധ്യത്തിലോ അല്ലെങ്കിൽ നെറ്റിയുടെ നടുവിലോ ഒരു ആണി വെച്ചിട്ട് മേൽപോട്ടൊന്ന് മേടുക, ആണി അങ്ങോട്ട് മേൽപോട്ട് തറക്കുക. എന്നിട്ട് നീ ഒന്ന് ചിന്തിക്കുക, നിന്റെ രണ്ട് കണ്ണിന്റെ കുഴിയില് ഒരു ആണി അങ്ങ് അമർത്തിയിട്ട് മേൽപോട്ട് തുളഞ്ഞു കയറട്ടെ. നിനക്ക് ധൈര്യം വരുമോ ഒരു ആണി അങ്ങ് തറയ്ക്കാൻ? നിന്റെ കൈ വിരലുകൾക്കുള്ളിലൂടെയോ നിന്റെ കാൽ വിരലുകൾക്കുള്ളിലൂടെയോ നിന്റെ ജനനേന്ദ്രിയത്തിന്റെ ഉള്ളിലൂടെയോ ഒരു ആണി അങ്ങോട്ട് കയറാൻ നിനക്ക് ധൈര്യം വരുമോ? ആർക്ക് ധൈര്യം വരും ചെറുപ്പക്കാരാ? ആരെങ്കിലും നിന്റെ കയ്യും കാലും പിടിച്ചു വെച്ചുകൊണ്ട് നിന്റെ നെറ്റിയിൽ കൂടെ നിന്റെ കണ്ണിന്റെ ദ്വാരത്തിൽ കൂടെ ഒരാണി അങ്ങോട്ട് തറച്ചാൽ നീ കിടന്ന് പെടയൂലേ? പരമാവധി നീ കുതറി ആർത്ത് കരയൂലേ? എന്തിനാ നീ കരയുന്നത്? എന്തിനാ നീ കിടന്ന് പെടയുന്നത്? എന്തിനാ നീ ഇങ്ങനെ വേദനിക്കുന്നത്? ഒന്നുമല്ല, ഈ ആണി അങ്ങോട്ട് കയറുന്ന സ്പേസിൽ നിന്ന് നിന്റെ ആത്മാവൊന്ന് മാറിക്കൊടുക്കുന്ന വേദനയാണ്. ആത്മാവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിക്കൊടുക്കുന്ന സമയത്ത് നിന്റെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന വേദന കൊണ്ട് നീ കിടന്ന് പിടയുകയാ. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൻ ഗസാലി അവിടുന്ന് പറയുന്നു, മോനെ, എന്നാൽ മരിക്കുന്ന സമയത്ത് ഈ ഒരു പോയിന്റിൽ മാത്രമല്ല നിന്റെ ശരീരത്തിന്റെ എല്ലാ രോമക്കുത്തുകളിൽ കൂടി ഇതുപോലെ നിന്റെ ശരീരത്തിലേക്ക് ആണികൾ കുത്തിത്തറച്ചാൽ എന്തായിരിക്കും നിന്റെ അനുഭവം? അതാണ് നിന്റെ ഉപ്പ അനുഭവിച്ചത്, അതാണ് നിന്റെ ഉമ്മ അനുഭവിച്ചത്, അതാണ് മരിക്കുന്ന സമയത്ത് നീ അനുഭവിക്കാൻ പോകുന്നത്. ഇമാം ഗസാലി തങ്ങൾ പറയുന്നു, ഇതൊക്കെ നിന്റെ ശരീരത്തിന്റെ ബാഹ്യഭാഗത്ത് അനുഭവപ്പെടുന്ന വേദനയാണെങ്കിൽ ചുറ്റുഭാഗത്തും ആണികൾ ഉള്ള ഇരുമ്പിന്റെ ഒരു ദണ്ട്, മുള്ളില മരത്തിന്റെ കൊമ്പ് പോലെ ചുറ്റും നല്ല മൂർച്ചയുള്ള ആണികളെ കൊണ്ട് നിറഞ്ഞ ഒരു ദണ്ടെടുത്തിട്ട് നിന്റെ മലദ്വാരത്തിൽ കൂടി കടത്തി വായിൽ കൂടി പുറത്തേക്കിട്ട് ആരോഗ്യമുള്ള ഒരാൾ
ഒരാൾ നിന്റെ രണ്ട് തോളിൽ ചവിട്ടിപ്പിടിച്ച് ചിരിക്കൊന്ന് ഇളക്കിയിട്ട് മേൽപോട്ട് വലിച്ചാൽ എന്താണ് അനുഭവപ്പെടുന്നത്? അതാണ് നീ മരിക്കുന്ന സമയത്ത് നിന്റെ ഉള്ളിൽ അനുഭവപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ നമുക്ക് വരാനുള്ളതാ, ഇതൊക്കെ സംഭവിക്കാനുള്ളതാ, ഇതൊക്കെ അനുഭവിച്ചവരാ മരിച്ചവരൊക്കെ. അല്ലാഹ് ഹബീബ് തങ്ങൾ പറയുന്നു, ആകാശം മൊത്തം നിന്റെ ശരീരത്തിൻ മുകളിലായി ഭൂമിക്ക് മേലെ നിന്നെ മലർത്തിക്കിടത്തിയിട്ട് ആകാശം കൊണ്ട് അമർത്തിയിട്ട് നിന്നെ കിടന്ന് ചരച്ച് നിന്നെ കിടത്തിയിട്ടൊന്ന് അമർത്തി അരച്ചാൽ എന്തായിരിക്കും അനുഭവിക്കുക? ഇതാണ് നിന്റെ ശരീരത്തിൽ ആ സമയത്ത് അനുഭവിക്കുന്നത് എന്ന് മഹാനരായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇത് തീർത്തും അറിയുന്ന ഇബ്ലീസ് മരണത്തിന്റെ സമയത്ത് വല്ലാത്ത വിവരമുള്ള ഇബ്ലീസ് അല്ലേ, മഹാനായ ഇസ്രായീൽ അലൈഹിസ്സലാം ഇബ്ലീസിന്റെ ആത്മാവിനെ പിടിക്കാൻ ഒരുങ്ങുമ്പോൾ സൂറന്ന കാലത്തിൽ അനൗൺസ്മെന്റ് ചെയ്ത് അവസാനം മരിക്കാൻ പോകുന്നവൻ ഇബ്ലീസാണ്. ഇബ്ലീസിനെ തെരഞ്ഞു പോകുമ്പോൾ സമുദ്രത്തിൽ ചെന്നൊളിക്കുകയാണ്. സമുദ്രത്തിലും മഹാനായ ഇസ്രായീൽ എത്തുമ്പോൾ അവിടുന്ന് ആകാശം വരെ അവൻ ഉയരുകയാണ്. പർവ്വതങ്ങളിൽ ചെന്ന് അഭയം തേടുകയാണ്. എല്ലായിടങ്ങളിൽ കൂടെയും മലക്കുകൾ അവനെ വലയം ചെയ്യുകയാ, മരണത്തിന് കീഴടങ്ങുകയാ. ഇക്കാലമത്രയും മരിച്ച മനുഷ്യരുടെ മരിച്ച ജിന്നുകളുടെ വേദനകൾ മുഴുവനും അവൻ അനുഭവിപ്പിച്ച് അവൻ മരിക്കുകയാ. ഇതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, മക്കളെ നിങ്ങൾ കേട്ടത് കെട്ടുകഥകളല്ല, നിങ്ങൾ കേട്ടത് ഐതിഹ്യമല്ല, നിങ്ങൾ കേട്ടത് പുരാണമല്ല, നിങ്ങൾ കേട്ടത് നോവലല്ല, നിങ്ങൾ കേട്ടത് വെറും ചിത്രരചനയല്ല, മരിച്ചിന് നിങ്ങൾ കേട്ടതിലൊക്കെ ഇതെല്ലാം നീ ശ്രദ്ധിച്ചിരുന്നില്ല, നിനക്ക് ശ്രദ്ധയുണ്ടായിരുന്നില്ല. ബോധമുള്ള പണ്ഡിതന്മാർ നിന്നോട് മരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, മരണത്തെക്കുറിച്ച് ഓർക്കണം എന്ന് പറഞ്ഞപ്പോൾ, മരണത്തെ കൺമുമ്പിൽ കണ്ട് ജീവിക്കണമെന്ന് പറഞ്ഞപ്പോൾ, മരണത്തെ കണ്ടുകൊണ്ട് ആരോഗ്യം ചെലവഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ, മരിക്കുമെന്ന ബോധത്തിൽ നീ അഹങ്കാരിയും ധിക്കാരിയുമായി ജീവിക്കണം എന്ന് പറഞ്ഞപ്പോൾ, മുട്ടുചുരുട്ടി മുദ്രാവാക്യം വിളിക്കുമ്പോൾ, ആരുണ്ട് ഇവിടെ പേടിക്കാനെന്ന് പറയുമ്പോൾ, പണ്ഡിതന്മാരെ വഴലുകൾ കണ്ട, പണ്ഡിതന്മാരെ ഉപദേശങ്ങൾ കണ്ട, ഞാനെങ്ങനെ ജീവിച്ചാലെന്താ, മദ്യപിച്ചാലെന്താ, വെട്ടടിനടിച്ചാലെന്താ, ഹെറോയിൻ ഉപയോഗിച്ചാലെന്താ, കൊക്കൈൻ ഉപയോഗിച്ചാലെന്താ, MDA ഉപയോഗിച്ചാലെന്താ, വിൽപ്പന നടത്തിയാലെന്താ, പലിശ വാങ്ങിയാലെന്താ, നിസ്കരിച്ചില്ലെങ്കിലെന്താ, അടിച്ചു പൊളിച്ചാലെന്താ, ഇഷ്ടം പോലെ ജീവിച്ചാലെന്താ, ഈ സുഖലോലുപതയുടെ ദുനിയാവിൽ കിടന്ന് സുഖിച്ച് കതി കളിച്ച് രസിച്ച് മതിച്ച് ജീവിച്ചാലെന്താ, റബ്ബിനെ പറ്റി അറിഞ്ഞില്ലെങ്കിലെന്താ, ആരോഗ്യം തന്ന റബ്ബ്, സമ്പത്ത് തന്ന റബ്ബ്, സൗന്ദര്യം തന്ന റബ്ബ്, നിന്റെ എല്ലാ അവയവങ്ങൾക്കും സ്വാധീനം തന്ന റബ്ബ്, കണ്ണിന് കാഴ്ച തന്ന റബ്ബ്, കൈക്ക് സ്വാധീനം തന്ന റബ്ബ്, നിന്റെ ജനനേന്ദ്രിയത്തിന് ഉദ്ധാരണം തന്ന റബ്ബ്, നിനക്ക് സൗന്ദര്യം തന്ന റബ്ബ്. ആ റബ്ബിനെ ഓർത്തില്ലെങ്കിലെന്താ, അവനെ വഴിപ്പെട്ടില്ലെങ്കിലെന്താ, അവൻ പറഞ്ഞതുപോലെ ജീവിച്ചില്ലെങ്കിലെന്താ എന്ന് ധിക്കാരത്തോടുകൂടി ജീവിക്കുന്ന മുസ്ലിമേ,
ഇതിനൊക്കൊരവസാനമുണ്ട്, ഇതിനൊക്കൊരു സമാപ്തിയുണ്ട്, ഇതിനൊക്കൊരു അവസാനം, ഒരു തടയിടലുണ്ട്. കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ വശഹീദ്. എല്ലാ ശരീരവും വരുന്നുണ്ട്, കൂടെ സായിക്കുണ്ട്, ഷഹീദുണ്ട്, റഖീബുണ്ട്, അതീദുണ്ട്, മലക്കുകളുണ്ട്. നിന്റെ കജവായിൽ ചങ്ങല കടത്തി മരദ്വാരത്തിൽ കൂടിയെടുത്ത് കൂട്ടിപ്പിടിച്ച് മുന്നിൽ വെച്ച് വലിച്ച് പിറകിൽ നിന്ന് തെളിച്ച് നിന്നെ സൃഷ്ടിച്ച റബ്ബിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. റബ്ബിലേക്ക് മടക്കപ്പെടുന്ന ഒരു നാളുണ്ട്, അത് നിങ്ങൾ സൂക്ഷിക്കണം. മാത്രമല്ല സുമ്മത്തു വഫാ കുല്ലു നഫ്സിൻ ബിമാ കസബത്ത്. ഓരോ ശരീരവും പ്രവർത്തിച്ചതിനനുസരിച്ച് പൂർണ്ണമായിട്ട് പ്രതിഫലം നൽകപ്പെടും. സുമ്മത്തു വഫാ കുല്ലു നഫ്സിൻ ബിമാ കസബത്ത് ലാ യുദ്ലമൂൻ. ചെയ്യാത്ത കുറ്റത്തിന് ഒരാളെയും ദുൽമ് ചെയ്യൂല, ശിക്ഷിക്കപ്പെടൂല. ചെയ്ത സൽക്കർമ്മത്തിന്റെ, നല്ല നീയത്തിൽ ചെയ്ത സൽക്കർമ്മത്തിന്റെ, റബ്ബ് സ്വീകരിക്കപ്പെടുന്ന രൂപത്തിൽ ചെയ്ത സൽക്കർമ്മത്തിന്റെ പ്രതിഫലം തടഞ്ഞു വെച്ച് നിന്നോട് നിന്റെ റബ്ബ് ദുൽമ് ചെയ്യൂല. ഈ ദിവസം ഓർക്കുക, അതിനുവേണ്ടി ജീവിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. അതോർത്ത് റബ്ബിന് തഖ്വ ചെയ്യുക. ഇതെല്ലാം പറയാൻ തൗഫീഖ് തന്ന, ഇതിനൊക്കെ ഉദക്കം ചെയ്ത അല്ലാഹു നമുക്ക് ഖൈറായ കാര്യങ്ങൾ കേൾക്കാൻ, പറയാൻ, ഉൾക്കൊണ്ട് ജീവിക്കാൻ, ആഖിബത്ത് നന്നായിട്ടൊന്ന് മരിക്കാൻ റബ്ബിലേക്ക് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോ സാലിഹീങ്ങളെ സാന്നിധ്യത്തിൽ വെച്ച് നിറഞ്ഞ തഖ്വയോടുകൂടെ മരിക്കാൻ അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. നൽകണേ അല്ലാഹ്, നൽകണേ അല്ലാഹ്, നൽകണേ അല്ലാഹ്. ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട്, ഹബീബിന്റെ ഇടപെടൽ കൊണ്ട്, ഹബീബിന്റെ പൊരുത്തം കൊണ്ട്, ഹബീബിനെ പറ്റി പറയുന്നത് കൊണ്ട്, ഹബീബിനെ സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട്, ഹബീബിനെ സ്വലാത്ത് ചൊല്ലണമെന്ന് പ്രസംഗിക്കുന്നത് കൊണ്ട്, അതിന് സജ്ജരാക്കുന്നത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. اللهم اغفر أمة محمد، اللهم ارحم أمة محمد، اللهم أكثر أمة محمد، اللهم أعز أمة محمد، اللهم تقبل من أمة محمد واشرنا في زمرة محمد بحق محمد وآل محمد. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.